തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇലക്ട്രിക് ബസ്സുകളുമായി ബന്ധപ്പെട്ട പോര് ഇപ്പോഴും തുടരുക തന്നെയാണ്. വാക്പോരിനപ്പുറത്ത് ഈ വിഷയത്തിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമോ എന്നാണ് ന്യൂസ് ടെൻസ് ആദ്യം പരിശോധിക്കുന്നത്. ആ വാർത്തയിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായി. എന്താണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബസ്സുകളുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ സാഹചര്യം എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അദ്ദേഹം ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ പലപ്പോഴായി ന്യൂസ് 18 കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. ന്യൂസ് 18 തെറ്റായ വാർത്തകൾ ആണ് നൽകിയത് എന്നും തെറ്റായ പ്രചാരണം നടത്തരുത് എന്നതുമായിരുന്നു ഗണേഷ് കുമാറിന്റെ വാചകങ്ങൾ. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കാണ്. പിന്നെ ഈ ന്യൂസ് 18 പോലുള്ള ചില ചാനലുകൾ പറയുന്നത് KSRTCക്ക് പണി കിട്ടിയെന്നാണ്. മണ്ടത്തരം പറയരുത്. KSRTC നേട്ടത്തിലേക്ക് വന്നത് ഇതുകൊണ്ടൊന്നുമല്ല. ഇതുകൊണ്ടാണ് KSRTC ജീവിക്കുന്നതെന്ന് ന്യൂസ് 18 പോലുള്ള ചാനലുകൾ വ്യാജ പ്രചരണം നടത്തരുത്. KSRTCയുടെ ലാഭം ഇവിടെയല്ല. KSRTCയിൽ ഉണ്ടായിക്കൊണ്ട നേട്ടം എന്ന് പറയുന്നത് കേരളം മുഴുവനാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ന്യൂസ് 18 നൽകുന്ന വാർത്തയിൽ പിശകുകൾ ഉണ്ടെങ്കിൽ, തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനും തെറ്റുപറ്റിയെന്ന് തുറന്നു പറയാനും ഞങ്ങൾക്ക് ഒരു മടിയും ഇല്ല. പക്ഷേ മന്ത്രിയോട് വളരെ കൃത്യമായി പറയാനുള്ളത്, ഞങ്ങൾ വാർത്തകളെ സമീപിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇലക്ട്രിക് ബസ്സുകളുമായി ബന്ധപ്പെട്ട തർക്കവും ആ വസ്തുതാനിഷ്ഠമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ന്യൂസ് ടെൻസ് അടക്കം തിരുവനന്തപുരത്തെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടർച്ചയായി ചർച്ച ചെയ്ത പശ്ചാത്തലമുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം മന്ത്രി ന്യൂസ് 18 പേര് എടുത്ത് പറഞ്ഞത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിനപ്പുറത്ത് എന്ത് തെറ്റാണ് ന്യൂസ് 18 ഭാഗത്ത് നിന്നുണ്ടായത് എന്ന് മന്ത്രി വ്യക്തമാക്കിയതായി ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല. ഒരു കാര്യം വളരെ കൃത്യമായി പ്രേക്ഷകരോട് പറയുന്നു. KB ഗണേഷ് കുമാർ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും മുന്നണിയുടെയും ഭാഗമാണ്. മറുഭാഗത്ത് VV രാജേഷും BJPയുടെ നേതാവാണ്. അദ്ദേഹവും രാഷ്ട്രീയ പാർട്ടിയുടെയും മുന്നണിയുടെയും നേതാവാണ്. അതുകൊണ്ട് തന്നെ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ തങ്ങളുടെ അനുയായികളെ തൃപ്തിപ്പെടുത്തേണ്ടതും അവരുടെ കയ്യടി നേടേണ്ടതും രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഇവർ ഉത്തരവാദിത്തപ്പെട്ട പദവികൾ വഹിക്കുന്നവർ കൂടിയാണ്. KB ഗണേഷ് കുമാർ സംസ്ഥാനത്തെ ഗതാഗത മന്ത്രിയാണ്. ഇപ്പോൾ VV രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറും ആണ്. അവരുടെ വാചക കസർത്തുകൾക്ക് എപ്പോഴും സോഷ്യൽ മീഡിയകളിൽ അടക്കം പിന്തുടരുന്നവരുടെ കയ്യടികൾ ഉണ്ടാകും. അതിനപ്പുറത്ത് എന്താണ് വസ്തുത, വിഷയാധിഷ്ഠിതമായി ഈ വിഷയത്തിൽ മറുപടി പറയാൻ ഈ നേതാക്കൾ തയ്യാറുണ്ടോ? അത് തന്നെയാണ് ന്യൂസ് 18 ഇന്നും പരിശോധിക്കുന്നത്. ആദ്യം ഈ വിഷയത്തിൽ എന്താണ് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടത് എന്നതാണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നഗര കേന്ദ്രീകൃതമായി സർവീസ് നടത്തുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി ഒരു ത്രികക്ഷി കരാറിൽ ഏർപ്പെടുന്നു. അതിൽ കക്ഷികൾ എന്ത്, ആരൊക്കെ എന്നത് മന്ത്രി തന്നെ പറയുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ സർവീസ് നടത്തേണ്ട ബസ്സുകൾ അതിന് പുറത്ത് സർവീസ് നടത്തുന്നുവെന്നും കരാറിൽ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് മേയർ VV രാജേഷ് ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി നമുക്കൊന്ന് സൂക്ഷ്മമായി കേട്ടുനോക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസമായി സജീവമായി കേരളത്തിൽ ചർച്ച നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനും KSRTCയും സ്മാർട്ട് സിറ്റിയും ചേർന്നൊരു ത്രികക്ഷി കരാറിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വാങ്ങിയ ഇലക്ട്രിക് ബസ്സുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വ്യക്തത വരുത്താൻ വേണ്ടി ഇന്ന് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ, സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴേക്കും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. NDAയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പ്രതിപക്ഷത്ത് ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നപ്പോഴേക്കും ഉന്നയിച്ചിരുന്ന വിഷയങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്ന വിഷയങ്ങൾ, അതിലൊക്കെ തന്നെ ചില ഇടപെടലുകളും ചില പരിശോധനകളും ഞങ്ങൾ നടത്തുകയുണ്ടായി. അതിലെ വസ്തുതകൾ തിരിച്ചറിയുവാൻ രേഖകൾ പരിശോധിച്ചുള്ള ചില ശ്രമങ്ങൾ നടത്തുകയാണ്. അതിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പ്രധാനമായും ഉന്നയിച്ചിരുന്ന, മാധ്യമങ്ങൾക്ക് ഇപ്പോൾ പല ചാനലുകളും കൊടുത്ത വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടത്തിയ പഠനത്തിലൂടെ ഉന്നയിച്ചിരുന്ന ഇലക്ട്രിക് ബസ്സുകളുടെ ദുരുപയോഗം, അതിനെക്കുറിച്ച് പെട്ടെന്ന് തന്നെ ചില രേഖകൾ, അതായത് 2023 ഫെബ്രുവരി 27 KSRTCയും സ്മാർട്ട് സിറ്റിയും തിരുവനന്തപുരം കോർപ്പറേഷനും കൂടെ ചേർന്നുകൊണ്ട് സ്മാർട്ട് സിറ്റി ഒന്നാം കക്ഷിയായും കോർപ്പറേഷൻ രണ്ടാം കക്ഷിയായും KSRTC മൂന്നാം കക്ഷിയായും എഴുതിയ
പിടിപ്പിച്ച ഒരു കരാറാണ്. മൂന്ന് പേരുടെയും പ്രതിനിധികളിൽ ഒപ്പിട്ടിട്ടുണ്ട്. ആ കരാറിന് പ്രകാരം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതായത് LDF സർക്കാരും LDF നേതൃത്വം കൊടുക്കുന്ന ഒരു കോർപ്പറേഷൻ ഭരണസമിതിയും തമ്മിൽ ഏർപ്പെട്ടിരിക്കുന്ന കരാർ അതുപോലെ നടപ്പിലാക്കണം. ഇത്ര മാത്രമല്ല ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ ആ കരാർ പരിശോധിച്ചതിൽ നിന്ന് ആ കരാറിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ലംഘിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലായിട്ടുള്ളത്. ഈ കരാർ പറഞ്ഞതിന് പ്രകാരം പീക്ക് ടൈമിൽ ഏറ്റവും ജനങ്ങൾക്ക് ആവശ്യമുള്ള തിരക്കുള്ള സമയങ്ങളിൽ ഈ 113 ബസ്സുകളും നഗരപരിധിയിൽ ഓടണം. അതിനുശേഷമുള്ള സമയത്ത് അത് മറ്റുള്ള സബ് അർബൻ ഏരിയ നഗരപരിധിയുമായി തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് ഓടാം. ഇതാണ് ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ. അത് ലംഘിച്ചിരിക്കുകയാണ്. നഗരപരിധി വിട്ട് പീക്ക് ടൈമിൽ ഓടുന്നുണ്ട്. നേരത്തെ ജില്ല വിട്ടും യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ ആ കരാർ ലംഘനം അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഡിമാൻഡ്. മറ്റൊന്ന് ഈ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, റൂട്ട് നിശ്ചയിക്കുമ്പോഴേക്കും കോർപ്പറേഷനുമായി കൂടിയാലോചിച്ച് വേണം റൂട്ട് നിശ്ചയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ബസ് ഓടുന്നതിൽ റൂട്ട് നിശ്ചയിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള ചർച്ചയോ ഒരു തരത്തിലുള്ള ഇടപെടലോ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ വന്നതിന് ശേഷം ആ മീറ്റിംഗ് വിളിക്കാൻ സാധിച്ചില്ല, ഒരാഴ്ചയായിട്ടില്ല. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നത് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചാണ്. 17ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്, ദ മൊഡാലിറ്റി ഫോർ പോസിബിൾ റവന്യൂ ഷെയറിംഗ് ഓൺ അക്കൗണ്ട് ഓഫ് ദ ഇൻകം ഒക്കേഡ് ത്രൂ ദ ഓപ്പറേഷൻ ഓഫ് ദീസ് ബസസ് ഷാൽ ബി വർക്ക്ഡ് ഔട്ട് സെപ്പറേറ്റ്ലി ലേറ്റർ ബൈ എ ജോയിൻറ്റ് ടീം റെപ്രസെൻറ്റിംഗ് ഓൾ ദ 3 പാർട്ടീസ്. ഈ 3 കക്ഷികളിലും പ്രതിനിധീകരിക്കുന്ന സംഘം ഒരുമിച്ചിരുന്ന് ആലോചിച്ചിട്ട് റവന്യൂ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വേറെ പല പ്രധാനപ്പെട്ട പറഞ്ഞിട്ടുണ്ട്. ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഈ KSRT ഈ ബസ്സുകൾ ഈ ഇലക്ട്രിക് ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഞങ്ങൾ അത് മാത്രമേ ചൂണ്ടിക്കാണിച്ചുള്ളൂ. ഒരു ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം, ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ സ്മാർട്ട് സിറ്റി, LDF തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു കോർപ്പറേഷൻ, അവർ ചേർന്നുണ്ടാക്കിയ ഒരു കരാർ പാലിക്കണമെന്ന് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. യെസ്, ഇതാണ് VV രാജേഷിന്റെ വാചകങ്ങൾ. ഇതിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ട് എന്ന് കേൾക്കുന്നവർക്ക് തോന്നുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഒരു കരാർ ഏർപ്പെടുന്നു, ആ കരാറിൽ ആരൊക്കെയാണ് കക്ഷികൾ, ആ കരാറിൽ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, ആ കരാർ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കോർപ്പറേഷൻ മേയർ VV രാജേഷ് പറയുന്നു. അതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് എന്നും പറയുന്നു. ഇനി ഈ കരാറുമായി ബന്ധപ്പെട്ട് മന്ത്രി KB ഗണേഷ് കുമാറും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. അങ്ങനെ ഒരു കരാർ ഉണ്ട് എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത്. എന്താണ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? KSRTC ഓടിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയുമായിട്ട് ബസ്സുകളുടെ എണ്ണം 113. മറ്റ് 50 ബസ്സുകൾ KSRTCയുടെ ഉടമസ്ഥയിലുള്ള ബസ്സുകൾ. അങ്ങനെ ഇത്രയും വണ്ടികളാണ് തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ KSRTC ഞാൻ പരിശോധിച്ചപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വാങ്ങിത്തന്നു എന്ന് പറയാൻ പറ്റില്ല, കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി എന്ന് പറയാൻ പറ്റില്ല. കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ സെൻട്രൽ ഷെയർ 500 കോടി രൂപയാണ്, സ്റ്റേറ്റ് ഷെയർ 500 കോടി രൂപയാണ്. ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ വകയായി 135.7 കോടി രൂപയാണ് ചെലവഴിച്ചത്. അപ്പോൾ ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ പണം എന്ന് പറയുന്നതും സ്റ്റേറ്റ് ഷെയർ എന്ന് പറയുന്നതും സംസ്ഥാന ഖജനാവിൽ നിന്ന് പോകുന്നതാണ്. കേന്ദ്രം നൽകിയിട്ടുള്ളത് 500 കോടി. അപ്പോൾ ആ പദ്ധതിയുടെ 50% തുക, ഏതാണ്ട് 60% തുകയും സംസ്ഥാന സർക്കാരിൻ്റെതാണ്. കോർപ്പറേഷൻ്റെ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെതാണ്. കോർപ്പറേഷൻ്റെ തനത് ഫണ്ടാകാം, അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടാകാം, അത് സംസ്ഥാന ഖജനാവിൽ നിന്ന് വരുന്നതാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ അനേകം വികസനങ്ങളുടെ ഭാഗമായി വാങ്ങിയതാണ് ഈ 113 വാഹനങ്ങൾ വാങ്ങുന്ന അതിനകത്ത് നിന്നാണ് വാങ്ങിയത്. യെസ്, ഇവിടെ ഇതാ മന്ത്രി തന്നെ സമ്മതിക്കുന്നുണ്ട്. 113 വാഹനങ്ങൾ ത്രികക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വാങ്ങിച്ചത് എന്നും അവിടെ 500 കോടി രൂപ കേന്ദ്ര സർക്കാരിന്റെയും 135 കോടി രൂപ നഗരസഭയുടേതും ആണ് എന്ന്. ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് നഗര കേന്ദ്രീകൃതമായി ഈ വാഹനങ്ങൾ ഓടിക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ മന്ത്രിയോട് ചോദ്യമായി ഉന്നയിക്കാനുള്ള ആദ്യത്തെ സംശയം എന്നതാണ്, ഈ ത്രികക്ഷി കരാറിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ആ കരാർ ബന്ധപ്പെട്ട് തന്നെയാണോ, ആ കരാർ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് മന്ത്രിയോടുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അതിന് മന്ത്രി KB ഗണേഷ് കുമാറിന് എന്താണ് മറുപടി? അതായത്
കരാർ ലംഘിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അന്ന് ഉണ്ടാക്കിയ ആ കരാർ പ്രകാരം തന്നെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്നത് എന്നും അതിൻ്റെ സേവന വേതന വ്യവസ്ഥകൾ ഉൾപ്പെടെ ആ കരാർ പ്രകാരമാണ് മുന്നോട്ട് പോകുന്നത് എന്നും അതല്ല എങ്കിൽ അല്ല എന്നുമാണ് മന്ത്രി മറുപടി നൽകേണ്ടത്. അതിൽ ഒരു സംശയവും ബാക്കിയാകാത്ത തരത്തിൽ പ്രേക്ഷകർക്ക് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഗതാഗത മന്ത്രിക്ക് ഇതിൽ മറുപടി നൽകി പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രാഥമികമായ ചോദ്യം എന്നത് ഈ ത്രികക്ഷി കരാർ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ? അതിൽ സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ KSRTC ലംഘനം നടത്തുന്നുണ്ടോ? സംസ്ഥാന സർക്കാർ അപ്പോൾ ഈ കരാർ ലംഘിച്ചുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത്? ഗതാഗത വകുപ്പ് ലംഘിച്ചുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത് എന്ന സംശയം തന്നെയാണ് ഉയരുന്നത്. അവിടെ മേയർ ഉന്നയിച്ചിട്ടുള്ളത് കരാർ ലംഘനം നടന്നു എന്നുള്ളതാണ്. ആ കരാർ ലംഘിക്കപ്പെട്ടോ എന്നത് തന്നെയാണ് ഒന്നാമത്തെ ചോദ്യമായി ഉന്നയിക്കാനുള്ളത്. ഇനി മറ്റൊരു ചോദ്യം എന്നത്, ഇവിടെ കരാർ ലംഘനം നടന്നു എന്ന് പറയുന്നത് നിലവിലെ മേയർ ആയിട്ടുള്ള VV രാജേഷ് ആണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് ആണ് പോകുന്നത്. അതായത് കരാർ ലംഘനം നടന്നു എന്ന് VV രാജേഷ് പറയുമ്പോൾ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ച ഒന്ന്, ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത്, ഇടതുപക്ഷം തന്നെ മേയർ സ്ഥാനത്ത് ഉണ്ടായിരുന്ന സമയത്ത്, കോർപ്പറേഷൻ ഇടതുപക്ഷത്തിൻ്റെ തന്നെ കയ്യിലായിരുന്ന സമയത്ത് ഏർപ്പെട്ട ഒരു കരാർ ആണ് ലംഘിക്കപ്പെട്ടത്. അതിൽ ആര്യ രാജേന്ദ്രൻ്റെ ഒരു ഫേസ്ബുക്കുമായി പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇവർ എന്നുള്ളത് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതെന്തും ആയിക്കൊള്ളട്ടെ. അപ്പോൾ അങ്ങനെ നടന്ന ഒരു കരാർ ഏതെങ്കിലും കാലഘട്ടത്തിൽ ലംഘിക്കപ്പെട്ടാൽ അത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണോ? കരാർ ലംഘിക്കപ്പെട്ടാൽ അപ്പോൾ ആരാണോ ഭരണസമിതിയിലുള്ളത് ആ ഭരണസമിതിക്ക് അത് ഉയർത്തിക്കാണിക്കാൻ പാടില്ല എന്നുള്ളതാണോ? അങ്ങനെ കരാറിൽ പിന്നീട് ഏതെങ്കിലും തരത്തിൽ വ്യവസ്ഥാ ലംഘനം ഉണ്ടായാൽ ആരും അത് ചോദ്യം ചെയ്യരുത് എന്നത് ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാണോ എന്നതാണ് സംശയം. സ്വാഭാവികമായും ഭരണം മാറുന്നു, പുതിയ ഭരണസമിതിയാണുള്ളത്. ആ ഭരണസമിതിക്ക് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കാനും സംശയങ്ങൾ ഉന്നയിക്കാനും അവകാശമില്ലേ, സ്വാതന്ത്ര്യമില്ലേ എന്നതാണ് രണ്ടാമത്തെ സംശയമായി ഞങ്ങൾക്ക് മന്ത്രിയോട് തന്നെ ചോദിക്കാനുള്ളത്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് റൂട്ട് നിശ്ചയിക്കുമ്പോൾ അതിന് കൃത്യമായൊരു സംവിധാനം ഉണ്ട് എന്നാണ് VV രാജേഷ് പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം കൂടി പ്രേക്ഷകരോടൊന്ന് ചേർത്ത് വെക്കേണ്ടത്, ഈ സമയത്ത് ഈ കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു പ്രതികരിച്ചത് കോർപ്പറേഷൻ പല കാര്യങ്ങളിലും ഉഴപ്പി എന്നാണ്, റൂട്ട് നിശ്ചയിക്കുന്നതിൽ അടക്കം. അത് ആ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ ഉഴപ്പിയെങ്കിൽ അന്ന് ആരാണോ ഭരണത്തിലിരുന്നത് അവരാണ് ഉത്തരവാദികൾ. അവിടെയാണ് VV രാജേഷ് സൂചിപ്പിച്ചത്, ഇങ്ങനെയാണോ ഈ റൂട്ടുകൾ നിശ്ചയിച്ചത്? അതായത് കോർപ്പറേഷന്റെ സഹകരണത്തോടെ കോർപ്പറേഷൻ കൂടി പങ്കാളിയായിട്ടുള്ള ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ ആ കരാറിന്റെ ഭാഗമായി റൂട്ട് നിശ്ചയിക്കുന്നതിൽ കോർപ്പറേഷനും ഇടപെടാൻ അവകാശമുണ്ട് എന്നിരിക്കെ അങ്ങനെയാണോ നിശ്ചയിച്ചിട്ടുള്ളത്? അതിന് ഗതാഗത മന്ത്രി കൃത്യമായി മറുപടി നൽകേണ്ടതുണ്ട്. അല്ല എങ്കിൽ കോർപ്പറേഷന്റെ റെപ്രസെന്റേറ്റീവ്സ് ഇല്ലാതെയാണ് ഈ റൂട്ട് നിശ്ചയിച്ചതെങ്കിൽ അക്കാര്യവും ഗതാഗത മന്ത്രിയാണ് മറുപടിയായി നൽകേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, ഗതാഗത മന്ത്രിയുടെ വാക്കുകളാണ് അല്പസമയം മുമ്പ് പ്രേക്ഷകർ കേട്ടത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് കേന്ദ്ര വിഹിതം എന്നത് 500 കോടി രൂപയാണ് എന്ന്, 135 കോടി രൂപ ചെലവഴിച്ചത് നഗരസഭയാണ് എന്ന്. അപ്പോൾ ഈ കരാർ അടിസ്ഥാനത്തിൽ KSRTCയുടെ സർവീസിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ആനുപാതികമായി പങ്കുവെക്കണം എന്നുള്ളതാണ്. ഇതുവരെയും, അതായത് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് ആരംഭിച്ചതിന് ശേഷം ആ സർവീസുകൾ ലാഭത്തിലായിരുന്നോ? ലാഭത്തിൽ ആയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ വിഹിതം കോർപ്പറേഷന് നൽകിയിട്ടുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെ സാങ്കേതികമായി വളരെ കൃത്യമായി മന്ത്രിക്ക് മറുപടി നൽകാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവിടെയാണ് ഈ രാഷ്ട്രീയമായ മറുപടിക്കപ്പുറത്ത് വിഷയാധിഷ്ഠിതമായ മറുപടി തന്നെയാണ് ന്യൂസ് 18 പ്രതീക്ഷിക്കുന്നത് എന്ന് മന്ത്രിയോട് വളരെ കൃത്യമായി പറയാനുള്ളത്. എന്നാൽ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കോർപ്പറേഷൻ കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞപ്പോൾ മന്ത്രിയുടെ മറുപടി ഇതുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു? അതുകൂടി ഒന്ന് കേട്ടുനോ. ഇതിൻ്റെ ടയർ എന്ന് പറയുന്നത് സാധാരണ ഒരു സൂപ്പർ ഫാസ്റ്റിൻ്റെ ടയർ 40,000-45,000 കിലോമീറ്റർ പോയാൽ 60,000 കിലോമീറ്റർ വരെ പോകും. പക്ഷേ ഇതിൻ്റെ ടയർ 30,000 കടക്കില്ല. ഇത് ടയർ തേഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രത്യേകിച്ച് മെയിൻ്റനൻസ് വലിയ പാടാണ്. ഞാൻ വന്ന സമയത്ത് ഞങ്ങളിത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 50% ഇത് ചാർജിങ്ങിൽ ഓടാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇന്ന് ഏതാണ്ട് 70-75% ഓടുന്നുണ്ട്. കമ്പനിക്കാരെ വിളിച്ച് വരുത്തി വഴക്കുണ്ടാക്കി അത് ഒരുവിധം കറക്റ്റ് ചെയ്തു. കാരണം ബാറ്ററി ഇനി അടുത്ത കെട്ടണം, അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേൻ്റെ ബാറ്ററി തീരും. ബാറ്ററി പോയി 5-ാം വർഷം ബാറ്ററി പോയാൽ 28 ലക്ഷം രൂപ വേണം ഇതിൽ ഒരു വണ്ടിയുടെ ബാറ്ററി വാങ്ങാൻ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും പറയരുത്. ഇത് കൈനഷ്ടം തന്നെയാണ്. കാരണം 28 ലക്ഷം രൂപ കൊടുത്താൽ ഒരു മിനി ബസ് കിട്ടും, ഡീസൽ മിനി ബസ് കിട്ടും. അപ്പോൾ നമ്മൾ വാങ്ങിയല്ലോ, ഐഷറിൻ്റെ വണ്ടി വാങ്ങി, നിങ്ങൾ കണ്ടതാണ്. ആ വണ്ടിയുടെ ശരാശരി കിലോമീറ്റർ വരുമാനം എന്ന് പറയുന്നത് 52 രൂപ വരെ വരുന്നുണ്ട്. പൊടി വരെയാണ് ഇപ്പോൾ പുതുതായിട്ട് വരുന്നുണ്ട്.
അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 28 ലക്ഷം. ഇതിൻ്റെ വില 1 കോടി രൂപയാണ് ഒരു വണ്ടിക്ക് 1 കോടി രൂപ. 5-ാം വർഷം ഈ വണ്ടിക്ക് 25 ലക്ഷം രൂപ 28 ലക്ഷം രൂപയ്ക്ക് ബാറ്ററി വാങ്ങണം. ഇതെല്ലാം വളരെ വ്യക്തമായി കാണാം. സാങ്കേതികമായി അറിയാവുന്നവർക്ക് ഇത് മനസ്സിലാവും. യെസ്, ബഹുമാനപ്പെട്ട മന്ത്രിയോട് അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. സാങ്കേതികമായി അറിയാവുന്നവർക്ക് ഇത് മനസ്സിലാകുമെങ്കിൽ സാങ്കേതികമായ വിദഗ്ധരൊന്നും ഈ KSRTCയിലും സംസ്ഥാന സർക്കാരിൻ്റെയും കീഴിൽ ജോലി ചെയ്യുന്നില്ലേ എന്നുള്ളതാണ്. മന്ത്രി എന്താണ് പറഞ്ഞത് എന്നത് ശ്രദ്ധിച്ചു നോക്കുക. ഇത് അത്ര ലാഭകരമൊന്നുമില്ല, ഇതൊരു നഷ്ടക്കച്ചവടം ആണ് എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അതുകൊണ്ട് തന്നെ ചോദിക്കാനുള്ളതും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നഷ്ടക്കരാറിൽ നമ്മൾ ഏർപ്പെട്ടത്, നഷ്ടക്കരാറിന്റെ ഭാഗമാകാൻ KSRTC തീരുമാനിച്ചത് എന്നത് തന്നെയാണ്. ഒന്ന്, KSRTC പലപ്പോഴായി നഷ്ടത്തിൽ പോകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അവിടെ ശമ്പളം അടക്കം നൽകാൻ പണമില്ലാത്ത സാഹചര്യമുണ്ട്, പെൻഷൻ അടക്കം പലപ്പോഴായി മുടങ്ങുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പിന്നെ ഇത് നഷ്ടത്തിലാണ് പ്രവേശിക്കുക, നഷ്ടത്തിലായിരിക്കും കലാശിക്കുക എന്നത് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു കരാറിന്റെ ഭാഗമാകുന്നത് എന്നതാണ്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, വിവിധ വികസന പരിപാടികളുടെ ഭാഗമായി സ്മാർട്ട് സിറ്റി നഗരത്തിൽ വിവിധ വികസന പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഈ 113 ബസ് സർവീസുകൾ ആരംഭിച്ചത് എന്ന്. അപ്പോൾ മറ്റ് നിരവധിയായ വികസന പദ്ധതികളുണ്ട്. സംസ്ഥാന സർക്കാരിന് നഷ്ടം വരുന്നു എങ്കിൽ, അത് ബാധ്യതയായി മാറുന്നുവെങ്കിൽ അങ്ങനെ ഒരു കരാറിലേക്ക് ഏർപ്പെടേണ്ട സാഹചര്യം എന്തായിരുന്നു എന്ന ചോദ്യം ഉയരുന്നു. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ടയറിൻ്റെ പഴക്കം അടക്കം അതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അടക്കമാണ്. അതായത് അത് ടെക്നിക്കൽ സൈഡാണ്. നമ്മൾ അടുത്ത സംശയത്തിലേക്ക് പോകുന്നത്, നമ്മുടെ KSRTCയിലൊക്കെ ടെക്നീഷ്യന്മാർ നിരവധിയില്ലേ? സാധാരണ നമ്മുടെ വീട്ടിലേക്ക് ഒരു വസ്തു വാങ്ങുമ്പോൾ പോലും എന്തെല്ലാം സെർച്ച് ചെയ്യും എന്നത് പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ ക്വാളിറ്റി എന്താണ്, അത് എത്ര വർഷം ഉപയോഗിക്കാൻ സാധിക്കും, അതിന് ഗ്യാരണ്ടി ഉണ്ടോ, വാറണ്ടി ഉണ്ടോ, അതിന് സംഭവിക്കാവുന്ന കേടുപാടുകൾ എന്തൊക്കെ. ഇതൊക്കെ സാധാരണ ഏതൊരു ഉൽപ്പന്നം വാങ്ങുമ്പോഴും സാധാരണ മനുഷ്യൻ പോലും ചിന്തിക്കുന്ന ഒന്നാണ് എങ്കിൽ നമ്മുടെ സാങ്കേതിക സംവിധാനങ്ങൾ പിന്നെ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? ഈ ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുമ്പോൾ അതിന് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ, അതിൻ്റെ ടെക്നിക്കൽ കപ്പാസിറ്റി എന്ത്, അതിൻ്റെ ചെലവ് എത്ര, ഇതൊക്കെ ആലോചിക്കാതെ അതുമായി ബന്ധപ്പെട്ട ഒരു പഠനവും നടത്താതെ ആണോ ഇത്തരം കരാറുകളിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഏർപ്പെടുന്നത് എന്നത് തന്നെയാണ് മന്ത്രിയോടും ഗതാഗത വകുപ്പിനോടും ചോദിക്കാനുള്ളത്. അവിടെ വീണ്ടും, അതായത് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇത്തരം വിഷയങ്ങളിലൊക്കെ രാഷ്ട്രീയമായാണ് മറുപടി നൽകുന്നത്. അത് പ്രേക്ഷകരും കേട്ടതായിരിക്കും. 113 വണ്ടികൾ ആവശ്യപ്പെട്ടാൽ കോർപ്പറേഷന് തിരിച്ചു നൽകാൻ ഞങ്ങൾ ഒരുക്കമാണ്, പകരം 150 വാഹനങ്ങൾ അടുത്ത ദിവസം തന്നെ റോഡിലേക്ക് ഇറക്കും എന്നുള്ളതാണ്. ഇതെല്ലാം അത് കോർപ്പറേഷൻ ആകട്ടെ, കേന്ദ്ര സർക്കാരാകട്ടെ, സംസ്ഥാന സർക്കാരാകട്ടെ, ഇതെല്ലാം ജനങ്ങളുടെ നികുതിപ്പണമാണ്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ ബസ്സുകൾ നിരത്തിലിറക്കുക. അത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മത്സരിച്ച് ഞങ്ങളുടെ കീശയിലെ കാശ് കൊള്ളയടിക്കാനുള്ളതല്ല, മറിച്ച് എന്താണ് സംഭവിക്കുന്നത് എന്ന് പഠിച്ചു മനസ്സിലാക്കി അതിനാണ് പരിഹാരം കാണേണ്ടത്. ഇതാ മന്ത്രിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി കേട്ടുന്നു. അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ്, അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് എഴുതി തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ 113 വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം. കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാൻ ഞങ്ങളുടെ ഡിപ്പോയിൽ നിന്ന് ഇടാൻ. ഞങ്ങൾ പകരം 150 വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരും. യെസ്, 150, 200, 250 വണ്ടികൾ കൊണ്ടുവരട്ടെ, അത് ജനങ്ങൾക്ക് വേണ്ടി സേവനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കട്ടെ. പക്ഷേ ഇവിടെ എന്താണ് ടോപ്പിക് എന്നത് പ്രധാനപ്പെട്ടതാണല്ലോ. 3 കക്ഷികൾ ചേർന്നുകൊണ്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നു. ആ കരാർ പ്രകാരം ബസ് സർവീസ് ആരംഭിക്കുന്നു. ആ ബസ് സർവീസ് കരാർ ലംഘിച്ചു എന്ന് അതിൽ ഒരു കക്ഷിയായിട്ടുള്ള കോർപ്പറേഷൻ പറയുന്നു. അപ്പോൾ അവിടെ ഉയരുന്ന ചോദ്യം എന്നത്, എപ്പോഴാണ് കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ ബസ്സുകളെല്ലാം കോർപ്പറേഷന് നൽകണമെന്നും കോർപ്പറേഷൻ സർവീസ് നടത്തിക്കൊള്ളാം എന്നും എവിടെയും പറഞ്ഞതായി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. മാത്രവുമല്ല, മന്ത്രി തന്നെ പറയുന്നുണ്ട്, അതായത് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടാൽ ആ നിമിഷം തന്നെ ഞങ്ങൾ ഈ വാഹനങ്ങൾ 113 വാഹനവും വിട്ടു നൽകും എന്നത്. അതായത് ഒരു കരാറിന്റെ ഭാഗമായി ഈ വാഹനങ്ങൾ ഇത്രയും നാൾ ഉപയോഗിച്ചു എന്നത് ഒരു വസ്തുതയായി നിൽക്കുന്നു. അതിലിപ്പോൾ കാലാനുസൃതമായ നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുന്നു, കാലപ്പഴക്കം നേരിട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പഴകിയ വാഹനം കോർപ്പറേഷന് നൽകണം എന്ന് കോർപ്പറേഷൻ ഏതെങ്കിലും തരത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഇതുവരെയും കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചാൽ ഇതാണോ മറുപടി? ആ വിഷയം പരിഹരിക്കുക എന്നതല്ലേ? അവരുടെ പരാതി എന്ത് എന്നത് കേട്ടതിന് ശേഷം അതിലെന്ത് പരിഹാരം എന്നതിന് പകരം എങ്കിൽ പിന്നെ നിങ്ങൾ ഇതങ്ങ് എടുത്തുകൊള്ളൂ എന്ന തരത്തിൽ ബാലിശമായ ഒരു മറുപടി നൽകുമ്പോൾ അത് കേട്ട് കൈയടിക്കാൻ ഒരു പക്ഷേ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയക്കാർ ഉണ്ടാകും. ആ കൈയടികൾ അവിടെ നടക്കട്ടെ. പക്ഷേ ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇത്തരത്തിലാണോ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യേണ്ടത് എന്നാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന ചില പരാമർശങ്ങൾ കൂടിയുണ്ട്. ഈ സർവീസ്
ഈ സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ജീവനക്കാരും ഒക്കെയായി ബന്ധപ്പെട്ട് നടത്തുമ്പോൾ സ്വാഭാവികമായും ഒരു കരാർ ഉണ്ടാകുമ്പോൾ ആ കരാറിൽ വളരെ വ്യക്തമായി തന്നെ ഇതിൻ്റെ സർവീസിൻ്റെ ഉത്തരവാദിത്തം ആർക്ക്, മെയിൻ്റനൻസിൻ്റെ ഉത്തരവാദിത്തം ആർക്ക് എന്നതൊക്കെയായി ബന്ധപ്പെട്ട ക്ലോസുകൾ ഉണ്ടാകും എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മറ്റൊന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് ജീവനക്കാരുടെ സേവനം എന്നതാണ്. ജീവനക്കാരുടെ സേവനം എന്ന് പറയുമ്പോൾ കണ്ടക്ടർ, ഡ്രൈവർ പോലെയുള്ളവരുടെ സേവനം അതെല്ലാം KSRTCയുടേതാണ്. അതൊന്നും ഇനി ഞങ്ങൾ നൽകില്ല എന്നാണ് പറയുന്നത്. അത് ഈ കരാറിൽ, അതായത് ഈ 113 ബസ്സുകൾ വാങ്ങുമ്പോൾ ഈ സേവനം ആരുടെ ഭാഗത്ത് നിന്നുണ്ടാകണം, അതെങ്ങനെയാണ് ഷെയർ ചെയ്യപ്പെടേണ്ടത്, ഇത്തരം ധാരണകൾ ഒന്നും ഈ കരാറിൽ ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്. ഒപ്പം മറ്റ് സേവനങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് 113 വാഹനങ്ങളും തിരിച്ചു നൽകും, അത് പക്ഷേ കേരളത്തിലെ KSRTCയുടെ ബസ് സ്റ്റാൻഡുകളിൽ ഒന്നും ഇടാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതൊക്കെ അങ്ങേയറ്റം ബാലിശമായ മറുപടികൾ എന്ന നിലയിൽ തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. കാരണം ഞാൻ ആവർത്തിച്ചു പറയുന്നു, വിഷയം എന്ത് എന്നതിനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. KSRTC ഡിപ്പോകളിലും KSRTC ബസ് സ്റ്റാൻഡുകളിലും ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ഈ കരാറിൽ ഈ വാഹനങ്ങൾ വാങ്ങുമ്പോൾ ആ വാഹനങ്ങളുടെ സർവീസ്, നടത്തിപ്പ് ഇതുമൊക്കെയായി ബന്ധപ്പെട്ട ക്ലോസുകൾ ഉണ്ടാകും. അതെന്ത് എന്നതായിരുന്നു മന്ത്രി വിശദീകരിക്കേണ്ടത്. അവിടെ ലംഘനം നടന്നിട്ടില്ല എങ്കിൽ ലംഘനം നടന്നിട്ടില്ല എന്നതിൽ ആണ് വ്യക്തത വരുത്തേണ്ടത്. ഒപ്പം നിരവധിയായ സംശയങ്ങൾ, അതായത് ഈ സർവീസ് നടത്തുന്നത് എല്ലാവരും ആലോചിച്ചിട്ടാണോ, ഇതിൻ്റെ ലാഭവിഹിതം നൽകുന്നുണ്ടോ, ഇത്തരം സംശയങ്ങളിലാണ് മറുപടി നൽകേണ്ടത് എന്ന് തന്നെയാണ് ആവർത്തിക്കേണ്ടത്. ഈ വിഷയത്തിന് ഇങ്ങനെ വാക്പോരിനപ്പുറത്ത് പരിഹാരമുണ്ടോ? അതാണല്ലോ പ്രധാനപ്പെട്ടത്. ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, ഇതിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിൽ കൂടി വരുന്ന കരാറിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ബസ്സുകളുടെ സർവീസുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച തർക്കമാണ്. ആ തർക്കം ഇപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും, മേയറുടെ ഭാഗത്തു നിന്ന് അതോടൊപ്പം തന്നെ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉള്ള മറുപടികളിൽ തങ്ങി നിൽക്കുമ്പോഴും ഇതിനൊരു പരിഹാരമുണ്ട്, സൊല്യൂഷനുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുമോ? ഇത് ഇരുവരും ചേർന്ന് ചർച്ച ചെയ്ത് പരിഹാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് അനുമാനിക്കാം. യെസ്, ഡാനിലേക്ക് വരുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഗണേഷ് കുമാറിന്റെ തന്നെ മറ്റൊരു പ്രതികരണമുള്ളത്, അത് ഈ ബസ്സുമായി ബന്ധപ്പെട്ട സേവനം, അതായത് ഈ സേവനം ആര് നടത്തും, അല്ലെങ്കിൽ ആ സേവനത്തിൽ നടത്തിയിട്ടുള്ള പ്രതികരണമാണ്. ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. സിറ്റിക്കകത്ത് മാക്സിമം ഓടിയതിനു ശേഷം സബർബനിലുള്ള യാത്രക്കാരെ കൂടി സിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്ന് എഗ്രിമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ്. വായിച്ചു നോക്കുക, പഠിക്കുക, പഠിച്ചിട്ട് മറുപടി പറയുക. ഞാൻ പറഞ്ഞില്ല, എന്നിട്ടും തൃപ്തിയില്ലെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി വണ്ടി തിരിച്ചു കൊടുക്കാൻ KSRTC തയ്യാറാണ്. CMDക്ക് എന്നെപ്പോലും കാണണ്ട, CMDക്ക് ഒരു കത്ത് കൊടുത്തോളൂ. 24 hours വണ്ടി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്ത് തരും. ഡ്രൈവർ ഞങ്ങളുടേതാണ്, കണ്ടക്ടർ ഞങ്ങളുടേതാണ്, ടിക്കറ്റ് മെഷീൻ ഞങ്ങളുടേതാണ്, വർക്ക്ഷോപ്പ് ഞങ്ങളുടേതാണ്, എല്ലാം ഞങ്ങളുടേതാണ്. ഞങ്ങൾ വേറെ വണ്ടി ഇറക്കും. യെസ്, ഇതാണ്, അതായത് കണ്ടക്ടർ ഞങ്ങളുടേതാണ്, അതിലെ ഡ്രൈവർ ഞങ്ങളുടേതാണ്, ടെക്നീഷ്യന്മാർ ഞങ്ങളുടേതാണ്, ഡിപ്പോ ഞങ്ങളുടേതാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും പുതുമയുള്ള ഒരു കാര്യവുമല്ല. അങ്ങനെയുള്ള ഒരു മത്സരം ആണോ ഈ രംഗത്ത് വേണ്ടത് എന്നുള്ളതാണ്. സാധാരണക്കാരായ ആളുകളുടെ നികുതി പണം അടക്കം ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിച്ചിട്ടുള്ള വാഹനമാണ് എങ്കിൽ അത് സാധാരണക്കാരായ ആളുകൾക്ക് പ്രയോജനപ്രദമാകുന്ന തരത്തിൽ സർവീസ് നടത്തണം. അവിടെ അത് നഗരത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് കരാർ പ്രകാരം സർവീസ് നടത്തേണ്ടത് എന്ന ആക്ഷേപം കോർപ്പറേഷൻ ഉന്നയിക്കുന്നു. കരാർ ലംഘനം നടന്നു എന്ന് പറയുമ്പോൾ ഇനി ഇത് പൂർണ്ണമായും കോർപ്പറേഷൻ ചെയ്തുകൊള്ളൂ എന്ന തരത്തിലാണ് ഗതാഗത വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള മറുപടി. നിലവിൽ അത്തരം സംവിധാനങ്ങൾ മറ്റ് ഒരു സ്ഥാപനങ്ങൾക്കും ഇല്ല എന്നത് മന്ത്രിക്കും അറിവുള്ള സാഹചര്യം ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇങ്ങനെയാണോ പരിഹരിക്കപ്പെടേണ്ടത്. അതിനപ്പുറത്ത് കോർപ്പറേഷനും ഗതാഗത വകുപ്പും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഈ വിഷയം പരിഹരിക്കപ്പെടുകയല്ലേ വേണ്ടത്. ലംഘനങ്ങൾ ഉണ്ടായെങ്കിൽ അത് പരിഹരിച്ചു പോവുകയല്ലേ വേണ്ടത് എന്ന സംശയം തന്നെയാണ് ഞങ്ങൾക്ക് ആവർത്തിക്കാനുള്ളത്. ഡാനാണ് ചേരുന്നത്. ഡാൻ, ഇതിലിപ്പോൾ എന്തെങ്കിലും പരിഹാരത്തിലേക്ക് പോകും എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അതായത് 113 ഇലക്ട്രിക് ബസ്സുകളാണ് തിരുവനന്തപുരം നഗരത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി വാങ്ങുകയും നഗരപരിധിയിൽ സർവീസ് നടത്താനുള്ള അനുമതി നൽകുകയും ചെയ്തത്. പക്ഷേ ആ ബസ്സുകൾ നഗരത്തിന്റെ പരിധിയായ, നഗരസഭയുടെ പരിധിയായ കഴക്കൂട്ടം കഴിഞ്ഞ് പിന്നീട് പോത്തൻകോട് വരെ നീട്ടിയതുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കങ്ങൾ നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു തർക്കത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യങ്ങൾ നമുക്കറിയാം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ശാസ്തമംഗലത്ത് ഈ കോർപ്പറേഷൻ ഓഫീസ് വിവാദം
അതിന് തൊട്ടു പിന്നാലെ അതിൽ BJPയും CPMഉം നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യം. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് മേയറും അതോടൊപ്പം തന്നെ ഗതാഗത മന്ത്രിയും പരസ്പരം കുമ്പുകോർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വലിയ ചെലവ്, അതായത് കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ വിഹിതങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കിയത്. അതിന്റെ ഭാഗമായാണ് ഈ 113 ബസ്സുകൾ സർവീസ് നടത്തുന്ന സാഹചര്യമുണ്ടായത്. നഗരപരിധിയിൽ വലിയ നഷ്ടം സഹിച്ചുകൊണ്ടാണ് ഈ സർവീസുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത്. അത് ജനങ്ങളുടെ ഒരു സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എന്നാണ് ഗതാഗത മന്ത്രി അവകാശപ്പെടുന്നത്. പക്ഷേ അതിന് പിന്നിൽ ഒരു അനധികൃതമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നഗരസഭയും അതിനിപ്പോൾ നേതൃത്വം നൽകുന്ന മേയർ VV രാജേഷുമൊക്കെ. അടുത്ത കൌൺസിൽ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നിടത്ത് അതിലൊരു രാഷ്ട്രീയമായ വിവാദമായി കൂടി ഇത് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ പ്രശ്നം പരിഹാരം എങ്ങനെ നടപ്പിലാക്കും എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ ഉയരുന്ന ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ വിവാദം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ അങ്ങനെയെങ്കിൽ ആ ബസ്സുകൾ മുഴുവൻ നഗരസഭയ്ക്ക് കൈമാറിയേക്കാം, ഇപ്പോൾ തന്നെ കൈമാറിയേക്കാം എന്ന ഒരു നിലപാടുമായി ഗതാഗത മന്ത്രി രംഗത്ത് വരുന്നു. അതിന് മേയർ VV രാജേഷ് നൽകിയ മറുപടിയാണ് ശ്രദ്ധേയം. നേട്ടമുണ്ടാക്കാനുള്ളതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി ഇങ്ങോട്ടായി ബസ് കിട്ടിയിട്ട് എന്ത് കാര്യം എന്നൊരു മറുപടി പറഞ്ഞ് അതിനെ അതേ നാണയത്തിൽ തന്നെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള ഒരു നീക്കമാണ് VV രാജേഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വിഷയം ഒരു രാഷ്ട്രീയമായ ഒരു വിഷയമാക്കി ഉയർത്തി കാണിക്കാനുള്ള ഒരു നീക്കമാണോ, അതിനപ്പുറത്തേക്ക് ഒരു പ്രശ്നപരിഹാരത്തിലുള്ള സാധ്യതകൾ എങ്ങനെ ഇനി നടപ്പിലാക്കാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. എന്തായാലും വരുന്ന കൌൺസിൽ യോഗത്തിൽ ഗൌരവതരമായ ചർച്ചകൾക്ക് ഈ വിഷയം വഴി തുറക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. യെസ്, അവിടെയാണ് ഡാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്ത് മന്ത്രി പറയുന്നു, നിങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ ശരി, ഇതാ നിങ്ങൾ എടുത്തുകൊള്ളൂ എന്ന രീതിയിൽ മന്ത്രി പറയുന്നു. മറുഭാഗത്താകട്ടെ ഈ പഴകിയ വണ്ടി ഇനി ഞങ്ങൾക്കെന്തിന് എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ പരസ്പരം തമ്മിലടിച്ചില്ലാതാക്കേണ്ട ഒന്നല്ല. ഇതൊരു പ്രൊജക്റ്റാണ്, ഇത് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന പ്രൊജക്റ്റാണ്. അതിലുണ്ടായ സംശയം എന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ടതൊന്ന്, ആ നഗര കേന്ദ്രീകൃതമല്ലാതെ ഈ വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ടോ, അതിൽ ചോദ്യമുണ്ട്. അതിന് ലളിതമാകുന്ന ഉത്തരമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ ലാഭവിഹിതം ഷെയർ ചെയ്യപ്പെടുന്നില്ല എന്ന ആക്ഷേപം, അതിനും ചോദ്യമുണ്ട്, ഉത്തരമുണ്ട്. ആ ഉത്തരങ്ങൾ കണ്ടെത്തുക, അത് പരിഹരിക്കുക എന്നതാണല്ലോ ഇതിൽ പ്രധാനം. അതിനപ്പുറത്ത് ഇതിനെ രാഷ്ട്രീയ നേട്ടമാക്കി BJPയോ അല്ലെങ്കിൽ ഇടതുമുന്നണിയോ മാറ്റുക, അത്തരം വാക്പോരിലേക്ക് എത്തുക, അത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ്. ഗണേഷ് കുമാറിനോടാണോ കളി എന്ന തരത്തിലൊക്കെ ഇടതുമുന്നണിയുടെ അനുഭാവികൾ ചോദിക്കുന്നു. ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് VV രാജേഷിനെയും NDAയെയും ഒക്കെ പിന്തുണയ്ക്കുന്ന അണികൾ ചോദിക്കുന്നു. അതൊക്കെ സോഷ്യൽ മീഡിയകളിൽ നടക്കട്ടെ. പക്ഷേ ഇതൊന്നുമല്ലാത്ത, ഈ രണ്ട് ചേരിയിലും ഇല്ലാത്ത ആളുകളുമൊക്കെ ഈ നാട്ടിൽ ഉണ്ട്. അവരുടെ കൂടിയൊക്കെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പദ്ധതികളൊക്കെ നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ നേട്ടങ്ങൾക്കപ്പുറത്തേക്ക് ഈ വിഷയത്തെ ഗൗരവമായി അഡ്രസ്സ് ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികളോ സംവിധാനങ്ങളോ തയ്യാറാകുമോ എന്നതാണല്ലോ ചോദ്യം. അതിനൊരു ഉത്തരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? അഭിലാഷേ, അവിടെയാണ് നമ്മൾ ഇതിന് മുമ്പുണ്ടായ വിവാദവും ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദവും ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് കാണേണ്ട. കാരണം ഇതൊക്കെ ഓരോ വ്യത്യസ്തമായ വിഷയങ്ങളാണെങ്കിലും ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. നഗരസഭയുടെ ചുമതലയിൽ അധിക വർഷങ്ങളായി, കഴിഞ്ഞ ഏതാനും 3-4 ദശാബ്ദത്തോളമായി ഇങ്ങനെ തുടർച്ചയായി LDF ആയിരുന്നു തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം കൈയാളിയിരുന്നത്. അവിടെ വളരെ അപ്രതീക്ഷിതമായി തിരുവനന്തപുരം നഗരസഭയുടെ ഭരണത്തിലേക്ക് BJP എത്തുന്നു. അവിടെ LDF നഗരസഭ ഭരിച്ചിരുന്ന കാലത്ത് അവർ നടപ്പിലാക്കിയ പദ്ധതികൾ, അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തുടർന്നു പോരുന്ന പദ്ധതികൾ, അതിന്റെയൊക്കെ ഒരു ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ വിവാദമായി കൂടി ഈ പ്രശ്നങ്ങൾ മാറുകയാണ് എന്ന് വേണം പറയാൻ. അവിടെയാണ് അതൊരു വലിയ ചർച്ചയാക്കി മാറ്റാനുള്ള ഒരു നീക്കം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് തിരുവനന്തപുരം നഗരസഭ അധികൃതരുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, BJPയുടെ സംസ്ഥാന നേതാക്കൾ അടക്കം അത്തരം വിഷയത്തിൽ രാഷ്ട്രീയമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, രാഷ്ട്രീയമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് CPMനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് തിരുവനന്തപുരത്ത് അതിനെ മാറ്റുക, ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റുക എന്നൊരു വലിയ ലക്ഷ്യം കൂടിയുണ്ട്. അതായത് നഗരസഭയിൽ നടന്നുകൊണ്ടിരുന്നത് സുതാര്യമായിട്ടുള്ള കാര്യങ്ങളല്ല എന്ന ഒരു പ്രചാരണത്തിന് ഈ വിവാദങ്ങളിലൂടെ തുടക്കം കുറിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പോൾ രണ്ടാമത്തെ വിവാദം ഉണ്ടായിരിക്കുന്നു. ഇനി അടുത്തത് ഏതിലേക്ക് പോകുന്നു എന്നത് മാത്രം കാത്തിരുന്നാൽ മതി. കാരണം
നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. അതിനു മുമ്പ് ഇത്തരം വിഷയങ്ങൾ സജീവമായി ചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ബോധപൂർവമായ ഇടപെടൽ നഗരസഭയുടെ ഇപ്പോഴത്തെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതിന് രാഷ്ട്രീയമായി ഏത് തരത്തിൽ പ്രതിരോധിക്കും CPM എന്നാണ് ഇനി അറിയാനുള്ളത്. അവിടെ ഒരു കാര്യം കൂടി നമുക്ക് പരാമർശിക്കേണ്ടതുണ്ട്. ഈ പ്രത്യേകമായ ഈ ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ കഴക്കൂട്ടത്ത് ഒരു ബസ് സ്റ്റാൻഡ് സംവിധാനം നിലവിലില്ല. അതേസമയം ടെക്നോ പാർക്ക് അടക്കം വലിയ നമ്മുടെ ഒരു IT ഹബ്ബായിട്ടുള്ള സ്ഥലമാണ്, സൈബർ സിറ്റി ആയിട്ടുള്ള സ്ഥലമാണ് കഴക്കൂട്ടം. അവിടെ ഈ വാഹനങ്ങൾ കൃത്യമായി തിരിഞ്ഞു പോകുന്നതിനോ അത് പാർക്ക് ചെയ്യുന്നതിനോ ഒക്കെയുള്ള സ്ഥല പരിമിതികളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പോത്തൻകോടേക്ക്, അതായത് കഴക്കൂട്ടത്ത് നിന്ന് പോത്തൻകോട് വരെ ഈ വാഹനങ്ങൾ അധികമായി സർവീസ് നടത്തുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഗതാഗത മന്ത്രി അടക്കം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വാർത്താ സമ്മേളനത്തിനിടയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത്. അതിനോട് ഏത് തരത്തിലായിരിക്കും BJPയും നഗരസഭാ ഭരണകൂടവും ഇനിയൊരു കൃത്യമായ മറുപടി നൽകുക? അതിൽ ഏത് തരത്തിൽ മന്ത്രിയുടെ ഈ വിശദീകരണം ഏത് തരത്തിൽ അവർ അംഗീകരിക്കും, അല്ലെങ്കിൽ അതിനോട് ഏത് തരത്തിലായിരിക്കും തിരികെ ഒരു പ്രതികരണം ഉണ്ടാകുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അടുത്ത കൌൺസിൽ യോഗത്തിൽ ഈ വിഷയം വലിയൊരു ചർച്ചയ്ക്കും വലിയ ശബ്ദ കോലാഹലങ്ങൾക്കുമൊക്കെ വഴിവെക്കും കൌൺസിൽ യോഗത്തിൽ. കാരണം ആ നടപടികളിൽ ഒരു സുതാര്യതയില്ലായ്മയുണ്ട് എന്ന കാര്യം BJP ഉന്നയിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതിന് രാഷ്ട്രീയമായി ഇടത് കൌൺസിൽ അംഗങ്ങളടക്കം കൌൺസിൽ യോഗത്തിൽ പ്രതിരോധിക്കാനുള്ള നീക്കമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ വലിയ തരത്തിലുള്ള വാക്പോരിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. യെസ്, എന്തായാലും വാക്പോരും രാഷ്ട്രീയ പോരും തുടരട്ടെ. പക്ഷേ അപ്പോഴും ഈ ഇലക്ട്രിക് ബസ്സുകൾ എന്നത് നിലവിൽ ത്രികക്ഷി ഉടമ്പടിയിലൂടെ വാങ്ങിയിട്ടുള്ള ബസ്സുകൾ ആണ്. അത് നഗരത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള കരാർ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആ കരാർ പാലിക്കപ്പെടുന്നുണ്ടോ? ആ കരാർ പ്രകാരം തന്നെയാണ് ബസ്സുകൾ സർവീസ് നടത്തുന്നത്. ഇനി എന്താണ് ഈ കരാറിന്റെ ഭാവി? കരാർ ലംഘിക്കപ്പെട്ടാൽ എന്ത് എന്നതുൾപ്പെടെ ആണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിനപ്പുറത്ത് ഈ വിഷയത്തിന്റെ രാഷ്ട്രീയ പോര് ഒരു ഭാഗത്ത് തുടരുക തന്നെ ചെയ്യും എന്നതിലും തർക്കമില്ല.